ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അവസാനം നമുക്ക് CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. ആദ്യം പോലീസ് പറഞ്ഞതിന് നേരെ വിപരീതമാണ് അവിടെ സംഭവിച്ചത് എന്ന് കാണിക്കുന്നതാണ് CCTV ദൃശ്യങ്ങൾ, അല്ലേ? അതെ അതെ. സ്റ്റേഷൻ ഞാൻ ആക്രമിച്ചെന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞെന്നും CI സാറിനെ ഞാൻ ക്രൂരമായി മർദ്ദിച്ചെന്നൊക്കെ ആയിരുന്നു എനിക്ക് കള്ളക്കേസ് ഇട്ട് വച്ചിരിക്കുകയായിരുന്നു. അതിനെല്ലാം പൊളിച്ചുകൊണ്ടാണ് എനിക്ക് CCTV ദൃശ്യം ഇപ്പോൾ കയ്യിൽ കിട്ടിയത്. ഇതുമായിട്ട് ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനല്ലേ തീരുമാനം? അതെ അതെ, നടപടിയായിട്ട് മുന്നോട്ട് പോകും. അന്ന് ശരിക്കും എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അത് ഇവിടെ നമ്മുടെ ലോഡ്ജിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്ഥാപനത്തിൽ രാത്രിയിൽ ഒരു 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്ക് എന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ വൈഫ് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുന്നത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവർ 2 പേര് അലമുറയിട്ട് കഴിയും. അപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ 2 പേരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ചോദിക്കുമല്ലോ. പോലീസുകാരോട് ഞാൻ അത്രമാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാനും എൻ്റെ വൈഫുണ്ടായിരുന്നു ആ സമയത്ത്. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ ഇതിൽ ഇടപെടരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ റോട്ടിലേക്ക് മാറിയിരുന്നു. റോട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ആ വീഡിയോ പിടിക്കുന്നത്. ഇത് അവർക്ക് എന്തോ ഈഗോ അടിച്ചു എന്ന് തോന്നുന്നു ഞാൻ ഈ ചെയ്തത്. അത് പ്രകാരം ഇവർ പിറ്റത്തെ ദിവസം വന്നിട്ട് പറയണത് ഇതിൽ നിങ്ങൾ 3-ാം പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളൂ. അപ്പോൾ എന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അസസ് ചെയ്ത് കിട്ടാവുന്ന ഒരാളാണ്. ഞാനിവിടെ അടുത്തുള്ള ആളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളതിനെ ഇവിടെ വന്നിട്ട് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളത് പറഞ്ഞു നോക്കി, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെക്കപ്പിന് വേണ്ടി. ഞങ്ങൾ 2 മാസം പാട് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലൊന്നും അത് കേൾക്കുന്നില്ല. അവിടെ ചെന്ന് അവിടെ ഇവളുടെ ഇത് ക്രൂരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഈ വിഷയങ്ങളുണ്ടായിട്ടും അവർ നമ്മളതിനെ ആദ്യം അനുനയിപ്പിച്ച് സംസാരിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തി. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് നേരെ 5 ദിവസം എന്നെ റിമാൻഡ് ചെയ്തു. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ പോയിട്ട് 5 ദിവസം ജയിലിൽ കിടന്നു. അന്ന് പോലീസ് പറഞ്ഞതനുസരിച്ചാണ്, നമ്മൾ ആദ്യം പരാതി പറയാൻ പോലീസ് പറഞ്ഞതനുസരിച്ചാണ് കുറ്റം നമ്മുടെ മേലായിരുന്നു വന്നിരുന്നത്. അന്ന് എന്താ ശരിക്കും ചേച്ചിനെ അവർ കൃത്യമായിട്ട് അടിക്കുകയാണ് ചെയ്തത്? ആ CCTV ദൃശ്യം ഞാൻ കുഞ്ഞുങ്ങളായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഹസ്ബൻഡിനെ മർദ്ദിക്കുന്ന കണ്ടുകൊണ്ട് അപ്പം ഞാൻ വിഷമിച്ച് പോയി. ഉപദ്രവിക്കരുത്, എനിക്കും മക്കൾക്കും ഇവിടെ വേറെ ആരുമില്ല, ഈ 2 കുഞ്ഞുങ്ങളെയും വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പ്രഗ്നൻറ്റും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഈ നെഞ്ചത്ത് പിടിച്ച് തന്നെ ഒരൊറ്റ തള്ളുന്നുണ്ട്. തള്ളിയിട്ട് ഞാൻ അപ്പോൾ ആളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുന്നതാണ് എന്നെ അടിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപടിക്കാണോ ആവശ്യം? അതെ അതെ, തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും എല്ലാ കമ്മീഷന്മാർക്കും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും നമുക്കൊരു തൃപ്തിയായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ന്യായം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ആർക്കൊക്കെ പരാതി കൊടുക്കണം അവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും പരാതി കൊടുക്കുന്നത് ഏത് ഇവർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുന്ന CCTV ദൃശ്യം കിട്ടിയതിന് ശേഷം അല്ല, അതിനു മുമ്പ് ഞങ്ങൾ ഈ സംഭവം നടന്നിട്ട് 2-ാമത്തെ ദിവസം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അന്ന് എന്തായിരുന്നു നടപടി? റെസ്പോണ്ട് ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ നോർമൽ എഴുത്തുകുത്തുകൾ നോട്ടീസ് വീട്ടിലേക്ക് അയക്കുന്നു, ഇത് തരാൻ പറ്റില്ല, ഇത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നേരായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ കോടതിയിൽ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് CCTV ദൃശ്യം കിട്ടിയതിന് ശേഷം പരാതി കൊടുത്തോ? ഇല്ല, അതിനുശേഷം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് പുള്ളിയുടെ പേരിൽ ഞങ്ങൾ ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കുന്നുണ്ടോ? ഈ CCTV ദൃശ്യം കൈ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നടപടി വേണം? തീർച്ചയായിട്ടും അതിന്റെ എല്ലാവിധ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നിയമവശങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥ അത്രത്തോളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവ് മാറണമെങ്കിൽ ഇതിനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യും. കാരണം അത്രയും മാനസികാവസ്ഥയോടെ ഞങ്ങൾ കടന്നുപോയി ഇത്രയും നാളും. ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും സമൂഹത്തിന് മുമ്പിലൊക്കെ ഞങ്ങളാണ് ഭയങ്കര തെറ്റുകാരെ പോലെ നിന്നുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ഞാൻ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞെന്നൊക്കെ വരുത്തി വെച്ചത്. അപ്പോൾ എനിക്ക് കേസ് ഇട്ട് വെച്ചതും അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരാൾ അനുഭവിക്കുന്ന വേദന അയാൾക്ക് അനുഭവിക്കണം. അത്രത്തോളം എനിക്ക് പറയാനുണ്ട്. കുഞ്ഞുങ്ങളെ അവരാണ് പിടിച്ച് വായിച്ചു വയ്ക്കുന്നത് ഇവരെ കയ്യിൽ നിന്ന്. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണ്, ഇവള് കയറി വന്ന് സ്റ്റേഷനിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു, പുള്ളീനെ ആക്രമിച്ചു. പുള്ളി ചെയ്ത പണിക്ക് അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പുള്ളി അമ്മാതിരി ഇതിലാണ് ഇവളെന്നെ പിടിച്ച് തള്ളിയത്. അപ്പോഴാണ് ഇവള് തിരിച്ചവള് എന്തിനാ എന്നെ തള്ളിയെന്ന് ചോദിക്കാൻ പുള്ളി അടിച്ചു ആള്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്ന കാര്യം എൻ്റെ ഭാര്യ ഗർഭിണിയെന്ന് സാറിനോട് പറഞ്ഞില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എൻ്റെ തലക്കിട്ടടിച്ച്. വിഷമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാൻ പോയി. അവിടെ ചെന്ന് മെഡിക്കൽ ഓഫീസറിന്റെ മുന്നിൽ ഞാൻ ഒരു പയ്യനാണ് മെഡിക്കൽ ഓഫീസറിന്റെ അവിടെ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ പറയാണ്, സാറേ എനിക്ക് ഇങ്ങനെ ഉപദ്രവിച്ചു. പുള്ളി ഒരു ബ്ലാങ്ക് പേപ്പർ അവിടെ വെച്ചിട്ട് പറയാം അതിൽ ഒപ്പിടാൻ.
ഞാൻ ഒപ്പിട്ടില്ല. അപ്പൊ എനിക്ക് പരാതിയില്ല എന്നല്ല, അതായത് ഒന്നുമില്ല, അതായത് ഞാൻ അതെ ഒന്നെങ്കിലും എഴുതിയിട്ട് ഞാൻ ഒപ്പിടാണെങ്കിൽ കുഴപ്പമില്ല. ഒന്നും എഴുതാണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നും കേൾക്കലില്ല, ഒരു കാര്യമില്ല, ഒപ്പിട്ട് പൊക്കോ. മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞു, മജിസ്ട്രേറ്റ് ചോദിച്ചാൽ എന്താ ഒപ്പിടാന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ മജിസ്ട്രേറ്റിനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, അവരത് ഇതാക്കില്ല. പക്ഷെ അത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു മജിസ്ട്രേറ്റ്. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തെ. അതെ ഒരു പയ്യനാണ്, അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിവരാവകാശം വഴി എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ ആ CCTV നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ആരൊക്കെയാണ് ആ സമയത്ത് ചെയ്യണ്ടായിരുന്നെന്നുള്ളത്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് കാണാം. ഇവളുടെ പിന്നിൽ നിന്നിട്ട് ഒരു സ്ത്രീനെ ഉപദ്രവിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ, അവിടെ മുടിക്കുത്തിരിക്കും പിടിച്ച് വലിക്കുക, ആ പുള്ളിക്കാരെ അടിച്ച വശം തന്നെ പിന്നിൽ നിന്ന് സൈഡിൽ നിന്ന് അടിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥ. അതെ അത് കള്ളക്കേസ് ഇട്ടിട്ട്, അതായത് ഞങ്ങൾ ഇവള് സ്റ്റേഷൻ ആക്രമിച്ചു, അത് കഴിഞ്ഞ് അയാളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുടെ നെഞ്ചില് ഒരു മുറിവ് ഉണ്ടാക്കി, ഇവള് മാന്തി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും മനോവിഷമം ഉണ്ടാക്കിയ കാര്യം അതാണ്. അതായത് ഞങ്ങള് ഒരു 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം നാള് നടന്നിട്ടുള്ളതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പൊ ഞങ്ങൾക്കൊരു ദൈവം കുഞ്ഞുങ്ങൾ വന്ന് ആ കുഞ്ഞുങ്ങളെ ഇവള് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംഭവിക്കുമോ? എന്റെ കൺമുമ്പിലാണ് CCTV പോലെ എന്റെ കണ്ണ് വർക്ക് ചെയ്ത ആ സമയത്ത്. പക്ഷെ ഞാൻ എവിടെ പോയി പറയും? നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങളിലും നമ്മൾ അതിൽ പോവും, കൊടുക്കണം. ഇനിയിപ്പോ എന്റെ വക്കീല് അഡ്വക്കേറ്റ് റിബിൻ ഗാൽവിൻ ആള് പറയുന്നതനുസരിച്ച് നമ്മൾ അതിന്റെ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകും. അരൂരുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്.